അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കാഷ്യൂ ചിക്കൻ മസാലയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ചിക്കനും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ കാഷ്യൂ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാം എല്ലില്ലാത്ത പീസ് ചിക്കൻ എടുത്ത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ മൊത്തം ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡ് ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചിക്കനും ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയ അതേ ഓയിലിൽ തന്നെ ഞാനൊരു 100 ഗ്രാമോളം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര വേണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കന് അധികം എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഇത്ര അണ്ടിപ്പരിപ്പ് ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇടുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കളർ മാറിപ്പോവും. ഞാനിപ്പോൾ അതൊന്ന് നടുവൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ്. അങ്ങനെ ഇതും ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതും ഞാനിതിൽ നിന്ന് മാറ്റുന്നുണ്ട്, എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ ചിക്കനും കാഷ്യൂ നട്ടൊക്കെ ഫ്രൈ ചെയ്ത അതേ ഓയിലുണ്ടല്ലോ, അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും 2 ചെറിയ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ അതിലേക്ക് ഒരു ഉള്ളി കുറച്ച് കനത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ചെറിയൊരു സ്ക്വയർ പീസ് പോലെ ആക്കിയിട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കണ്ട. അങ്ങനെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയ ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ചേർക്കേണ്ട, ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. പച്ചമുളകിൻ്റെ എരിവും ഉണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ടൊമാറ്റോ സോസൊക്കെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഒരു പകുതി ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ 250 ml കപ്പിന് 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവറിൻ്റെയും വെള്ളത്തിൻ്റെ ഒക്കെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചിക്കനാണല്ലോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. ഇനി ഇതെല്ലാം ഒന്ന് തിക്കായിട്ട് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സോസൊക്കെ ഒഴിച്ചതല്ല, അപ്പോൾ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കുക, ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ തിക്കായി വരും. ഇതൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് 5 മിനിറ്റ് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് ഈ ഗ്രേവിയിൽ പിടിച്ച് വരും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു സെർവിങ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കാഷ്യൂ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ളം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
അതുപോലെ ഒരു മല്ലിയില കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.